Good afternoon, ma'am. Ma'am, മ്യൂട്ടാണ്. മാം പറയണതൊന്നും കേൾക്കല്ല, മ്യൂട്ടാണ്. ഒന്നും കേൾക്കുന്നില്ല മാം. മിസ് മ്യൂട്ടാണ്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. പ്രയർ സ്റ്റാർട്ട് ചെയ്തോ. പ്രയർ ഞാൻ ചെയ്യാം മാം. Walking with the Lord, we are walking in the morning. Lift up your hearts, you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your hearts, you are singing to the Lord. Hand in hand with everyone, we are walking, black and white, brown together, walking. Singing no songs now, singing no lips. Good afternoon, ma'am, and good afternoon. Okay. Yes. യെസ്. ഇപ്പോ ഇന്നത്തെ ക്ലാസ് എന്താന്നൊക്കെ അറിയാലോ. നമ്മള് പ്രാക്ടിക്കലിന്റെ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? കുറച്ച് കാണാൻ പറ്റുന്നുണ്ടോ ടീച്ചറെ? കാണാം. ഓക്കെ. യെസ്. അപ്പൊ എല്ലാവരുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് കുറച്ച് തിയറി പാർട്ട് തന്നെയാണ്. ഇപ്പൊ പ്രാക്ടിക്കലിനെ കുറച്ച് തിയറീസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ. യെസ്. കുറെ നാളായില്ലേ കണ്ടിട്ട്. അതെ സർ. അതെ. ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ. ഉണ്ട്. ഓക്കെ. യെസ്. നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ക്ലാസ്സിൽ ലൈഫിലേക്കുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് പ്രാക്ടിക്കൽ ലൈഫ്? എന്താണ് പ്രാക്ടിക്കൽ ലൈഫ്? നമ്മുടെ ഒന്ന് നോക്കാതെ ഒന്ന് പറയാൻ പറ്റുമെന്ന് നോക്കി നിങ്ങള്. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് മാം. യെസ്. നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ അല്ലെ. തിയറി ബേസിസിന് നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ ആക്കണം. പ്രായോഗികമായിട്ട് ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറും. ഓക്കെ.
നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ ലൈഫ് എന്ന് നോക്കാം. യെസ്, പ്രാക്ടിക്കൽ മീൻസ് ബേസിക് യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ. ലൈഫ് മീൻസ് വേ ഓഫ് ലിവിങ്. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കൽ മീൻസ് ബേസിക്. എന്താണ് ബേസിക് എന്ന് ഉദ്ദേശിക്കുന്നത്? പ്രാക്ടിക്കൽ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? ബേസിക് മീൻസ് ബേസിക്. യെസ്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാണ് അല്ലെ, ഒരു കാര്യങ്ങൾ നമ്മൾ ലൈഫ് റിലേറ്റഡ് ആയിട്ട് നമ്മളത് പർപ്പസ്ഫുള്ളി ചെയ്യാൻ പോവുകയാണ്. യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ ലൈഫ്, സോറി, പ്രാക്ടിക്കൽ മീൻസ് ബേസിക്, യൂസ്ഫുൾ ആൻഡ് പർപ്പസ്ഫുൾ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എന്തെങ്കിലും തരത്തില് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് ഒരു പർപ്പസിനനുസരിച്ചിട്ടാണ്. ഇന്ന ഒരു കാര്യം നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രാക്ടിക്കൽ ചെയ്യുന്നത്. ഒരു പടം വരയ്ക്കുന്നത്, ഒരു ആനയുടെ പിക്ചർ നമ്മൾ വരയ്ക്കുന്നത്, ജസ്റ്റ് ഒരു പടം വരച്ച് നമ്മൾ തുടങ്ങി പകുതിക്ക് വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പടം വരയ്ക്കാനായിട്ട് തയ്യാറാവുന്നത്. ഒരു പേപ്പർ എടുക്കുന്നത്, പെൻസിൽ എടുക്കുന്നത്, കളർ പെൻസിൽ എടുക്കുന്നത്, വാട്ടർ കളറിംഗിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അറ്റംപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് മീൻസ് വേ ഓഫ് ലിവിങ്. വാട്ട് ഈസ് മീൻ ബൈ ലൈഫ്? ലൈഫ് എന്താണ്? ജീവിതമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഇവിടെ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രായോഗിക ജീവിതം. യെസ്, പ്രായോഗിക ജീവിതം അല്ലെ. പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട് നമുക്ക്, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്, പ്രാക്ടിക്കൽ ലൈഫിന് എക്സസൈസുകളാണത്. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആർ ജസ്റ്റ് ദാറ്റ് ദേ ആർ എക്സസൈസ് ത്രൂ വിച്ച് എ ചൈൽഡ് ക്യാൻ ലേൺ ഹൗ ടു ഡു ലിവിങ് ആക്ടിവിറ്റീസ് ഇൻ എ ഡെലിബറേറ്റ് വേ. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട എക്സസൈസുകൾ, അല്ലെങ്കിൽ എന്താണ്, ഒരു കുട്ടിയുടെ ജീവിത പ്രവർത്തനങ്ങൾ, അവന്റെ ലൈഫ് റിലേറ്റഡ് സിറ്റുവേഷൻസിൽ അവൻ ചെയ്യേണ്ട ജീവിത പ്രവർത്തനങ്ങളാണ് എന്ത്? പ്രാക്ടിക്കൽ ലൈഫ് ഏരിയാസിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവൻ പ്രാക്ടിക്കൽ ലൈഫിൽ ചെയ്യുന്ന എക്സസൈസ് അനുസരിച്ചിട്ടാണ് എന്താണ്, അവന്റെ ലേണിംഗ് ആണ് അവിടെ വർദ്ധിക്കുന്നത് അല്ലെ. ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ച് കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നു? കുട്ടി ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മിനിറ്റ്സും ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാണ് അല്ലെ. ഓക്കെ, അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു കുട്ടിയുടെ ലേണിംഗ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ലേണിംഗ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നോളജ് വികസിപ്പിക്കുന്നത് അതിനെ പ്രാക്ടിക്കൽ ആയിട്ട്, അതായത് അവരെ റിയൽ ലൈഫിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. റിയൽ സിറ്റുവേഷനിൽ കുട്ടികളെ കൊണ്ട് നമ്മൾ എന്താണ് ആക്ഷൻസിലൂടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിക്കാൻ പോവാണ് എന്ത്? എക്സസൈസുകൾ വിത്ത് പ്രാക്ടിക്കൽ ലൈഫ് റിലേറ്റഡ് അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് സിറ്റുവേഷൻ ആക്ടിവിറ്റീസ് ആണ് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നത് കൊണ്ട് കുട്ടികളുടെ ഗുണം എന്തായിരിക്കാം? എന്തെങ്കിലും ഗുണമുണ്ടോ കുട്ടികൾക്ക്? പറയൂ. അവരുടെ ലൈഫിൽ ഓരോ കോൺസിക്വൻസ് വരുമ്പം ഓരോ കാര്യങ്ങൾ ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിലൂടെ അവർ മനസ്സിലാക്കും. പ്രാക്ടിക്കലൂടെ ചെയ്യുന്നവർ എന്തൊക്കെ ചെയ്യണമെന്ന്, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് മോണ്ടിസോറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കൺഫ്യൂഷൻസ് നമ്മൾ ഇല്ലാണ്ടാക്കാനുള്ള ആക്ടിവിറ്റീസ് ആണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തുകൊണ്ട് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ലൈഫ് ലോങ്ങില്, അവർക്ക് ഏറ്റവും കൂടുതൽ ലൈഫ് ലോങ്ങിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. ഓക്കെ, യെസ്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ടീച്ചറിന് ഇതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്തോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ ഒന്ന് പോകണം കേട്ടോ. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് വരുമ്പോ അത് മാത്രം ഞാൻ പറയാം. അപ്പൊ ഒന്ന് ടിക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. എന്താണ് പ്രാക്ടിക്കൽ ലൈഫിന്റെ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ് കുറെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ എല്ലാവരും ഒന്നും നമ്മളത് കംപ്ലീറ്റഡ് ആയിട്ട് ഇതിൽ നിന്ന് പറയില്ല, എല്ലാത്തിന്റെ ഒരു സാരാംശം പോലെ പറയില്ല. എല്ലാം എക്സ്പ്ലനേഷൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല കേട്ടോ. കാരണം കുറച്ച് സമയപരിധികൾ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് മറ്റു മെറ്റീരിയൽസ് കൊണ്ട് നിങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരുപാട് എക്സ്പ്ലനേഷൻസ് തരുന്നില്ല. ചെറിയ രീതിയിൽ അത് ചുരുക്കിയായിരിക്കും പറയുന്നത്. ഓക്കെ, നമുക്ക് മീനിങ് ആൻഡ് പർപ്പസ് നോക്കാം. The purpose of our aim of practical life to help the child growth and control the coordination of his movement and help the child to gain independence and modify into his society. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു ഒരു കുട്ടിക്ക്
എന്താണ് അവന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ അവന്റെ കോർഡിനേഷൻ മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയാസിൽ കുറെ എക്സസൈസുകൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അത് അവർക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഫ്രീ ആയിട്ട് കുട്ടികളുടെ അത് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പ്രാപ്തരാക്കിയാണ് അല്ലെ. ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ കൊണ്ട് അത് പ്രാപ്തരാക്കിയാണ്. അപ്പൊ അവർക്ക് മുന്നോട്ടുള്ള ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടേണ്ടി വരില്ല. ഓക്കെ, അപ്പൊ the purpose and aim of practical life to help the child growth and control in the coordination of his movement and help the child to gain independence and modify to his society. ആ ഒരു ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തതാ കേട്ടോ. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തതാ. ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു സ്വന്തമായ ഒരു ഇൻഡിപെൻഡന്റ് ആവാണ് അല്ലെ. ഇൻഡിപെൻഡൻസി എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികൾ ഫോം ചെയ്യണം. അതോടൊപ്പം തന്നെ എന്താണ് സമൂഹമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടണമെന്നും സമൂഹവുമായിട്ട് അതായത് സൊസൈറ്റിയുമായിട്ട് കുട്ടികൾ എങ്ങനെ പൊരുത്തപ്പെടണമെന്നും കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടികളെ സ്വതന്ത്രമാക്കപ്പെടുകയും അതോടൊപ്പം തന്നെ എന്താണ് സമൂഹമായിട്ട് അവരെ പൊരുത്തപ്പെടുകയും ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. Practical life exercise also aid the growth and development of the child's acumen and concentration and will in turn also help the child develop an orderly way of thinking. എന്താ പറയുന്നത്? പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് ആൾസോ എയ്ഡ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് ഏതൊരു ഭാഗമാണ് അവർ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്? അവരുടെ വളർച്ചയെയും വികാസത്തെയും അത് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. അവരുടെ വളർച്ചയെയും വികാസത്തെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ക്രമീകൃതമായിട്ട് ചിന്തിക്കാനും നല്ല രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് കുട്ടീനെ അത് സഹായിക്കുന്നു അല്ലെ. ക്രമീകൃതമായിട്ട് അക്രമം എന്ന് പറയുന്നത് ക്രമീകൃതമായിട്ട് ചിന്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് നല്ല കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻസ് കുട്ടികൾക്ക് ഉണ്ടാകുന്നു അല്ലെ. ഓരോ കാര്യങ്ങളിലേക്ക് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുട്ടി അതിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പൊ ബട്ടണിങ് ചെയ്യുമ്പോൾ ത്രെഡിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് അവിടെ കോൺസെൻട്രേഷൻ വരെയാണ്. അവിടെ മാത്രമായിരിക്കും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും കുട്ടി ശ്രദ്ധിക്കുന്നത് അല്ലെ. ആ ഒരു ആക്ടിവിറ്റി ചെയ്ത് തീർക്കുന്നത് വരെ അവൻ എവിടെയായിരിക്കും? ആ ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റിയുടെ ഉള്ളിലായിരിക്കുള്ള കുഞ്ഞുണ്ടാകുന്നത്. വേറെ പുറത്തേക്ക് കുഞ്ഞ് ചിന്തിക്കുന്നില്ല. അവിടെ മാത്രമായിരിക്കും കുഞ്ഞ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾ നല്ല രീതിയിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. കോർഡിനേഷൻ സംഭവിക്കുന്നു. ഫിസിക്കൽ ഡെവലപ്മെന്റ്സിലായാലും ഫിസിക്കൽ മൂവ്മെന്റ്സിനെ നല്ല രീതിയിൽ ഏകോപിപ്പിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്നതിനും സമൂഹത്തോട് പൊരുത്തപ്പെടുന്നതിനും കുട്ടികളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു. പിന്നെ എന്താണ് ഇത് അവരുടെ വളർച്ചയും വികാസത്തെയും ഒരേപോലെ സ്വാധീനിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അവരുടെ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നതിനും പിന്നെ എന്താണ് ക്രമരഹിതമായിട്ട് ചിന്തകൾ വികസിപ്പിക്കുന്നത് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനൊക്കെ കുട്ടികൾ ആരംഭിക്കുന്നു. എന്തുമൂലം? പ്രാക്ടിക്കൽ ലൈഫിൽ ആക്ടിവിറ്റീസുകൾ നമ്മളെ കൊടുക്കുന്നത് മൂലം. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇനി ഇതിൽ സ്പീഡ് കുറച്ച് പറയണോ? വേണ്ട മാം. നമ്മുടെ തിയറീസ് കുറച്ചുകൂടെ മനസ്സിലാക്കി പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകണം കേട്ടോ. ആ ഒരു അർത്ഥത്തിൽ നിങ്ങളത് നോക്കിയാൽ മതി. ഇനി നമുക്ക് നോക്കാം ബെനഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഒരു ഭാഗം. ബെനഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്, അതായത് പ്രായോഗിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് അതിലുണ്ടാവുന്നത്, ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്. അതായത് നമ്മൾ ഒരു ആക്ടിവിറ്റി കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കുട്ടിയിൽ എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നു നോക്കാം. അത് കുറച്ച് പോയിന്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ്, ഇൻക്രീസ് ദ ചൈൽഡ് കോൺസെൻട്രേഷൻ, ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, help children towards independence, to create an order, then increase a good self-image, appreciate and understand the limits of his environment, and develop sense of responsibility, and aid the child in his construction. Okay, that the benefits of practical life exercise. ഇതൊക്കെയാണ് പറയുന്നത്. To improve in self-knowledge, എന്താണ്? സ്വയം അറിവ് മെച്ചപ്പെടുത്താനായിട്ട് അവരെ സഹായിക്കുന്നു. ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കും.
പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ അത് സ്വന്തമായിട്ട് മനസ്സിലാക്കിയെടുക്കും അല്ലെ. അതെങ്ങനെ ചെയ്യണമെന്ന് കുട്ടികൾ സ്വമേധയാ മനസ്സിലാക്കി എടുക്കുകയാണ്. ഒരു പ്രാവശ്യം നമ്മൾ അധ്യാപകർ അത് കാണിച്ചു കൊടുക്കുള്ളൂ. ചില കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണ്ട. ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ്, ടീച്ചർ പറയുന്നേക്ക് മുമ്പ് അവരെ ചെയ്യാനുള്ളൊരു ഒരു പ്രവണത കുഞ്ഞ് കാണിക്കും. അല്ലാത്ത പക്ഷം എന്താണ്, ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി, പിന്നീട് എന്താണ് സ്വയം അറിവ് മെച്ചപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത കുഞ്ഞ് കാണിക്കണം. ഓക്കെ, ടു ഇംപ്രൂവ് സെൽഫ് നോളജ്, അതായത് സ്വയം അറിവ് മെച്ചപ്പെടുത്താനായിട്ട് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് കുട്ടികളെ സഹായിക്കുന്നു. Okay. Then second point, increase the child concentration. Second one എന്താണ്, increase the child concentration എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ, എന്താണ്? Increase the child കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കുട്ടിയുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു അല്ലെ, കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു. പിന്നെ third point, develop fine and gross motor skills. Develop fine and gross motor skills. ഏറ്റവും മികച്ചതായിട്ടുള്ള മോട്ടോർ സ്കിൽസുകൾ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു അല്ലെ. ഏറ്റവും മികച്ചതായിട്ടുള്ള മോട്ടോർ കഴിവുകൾ അല്ലെ, മോട്ടോർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു മേഖലയിലേക്ക് കുട്ടികൾക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡെവലപ്പ് ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ്, ഏറ്റവും മികച്ചതും മൊത്തവുമായിട്ടുള്ള മോട്ടോർ സ്കിൽസുകൾ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതൊരു ബെനഫിറ്റ് ആണ്. അടുത്ത ബെനഫിറ്റ് എന്താണ്? ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു പോയിന്റ് ആണ് അല്ലേ. ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ് എന്താണ്? കുട്ടികളെ സ്വതന്ത്രരാവാനായിട്ട് സഹായിക്കുന്നു അല്ലെ, കുട്ടികളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു. എന്ത് സഹായിക്കുന്നു? പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകൾ അല്ലെ. അവർക്ക് ആദ്യം കൊടുക്കുന്നത് വഴി പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത്? അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലൈഫിൽ അങ്ങോട്ട് പിന്നീട് എന്താണ് അവർക്ക് അത് ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇത്തരത്തില് അവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഹെൽപ്പ് ചിൽഡ്രൻ ടുവാർഡ്സ് ഇൻഡിപെൻഡൻസ്, അവരെ സ്വതന്ത്രരാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെന്താ? ടു ക്രിയേറ്റ് ഓർഡർ. വാട്ട് ഈസ് ടു ക്രിയേറ്റ് ഓർഡർ? എന്താണ് ടു ക്രിയേറ്റ് ഓർഡർ എന്ന് പറയുന്നത്? ഒരു ഓർഡർ സൃഷ്ടിക്കാനായിട്ട് അല്ലെ. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോ ലേണിംഗ് സിറ്റുവേഷൻസ്, ലേണിംഗ് മാത്രമല്ല, പഠന കാര്യങ്ങൾ മാത്രമല്ല, ത്രൂ ലൈഫ്, അവരുടെ ലൈഫിൽ വരെ എന്താണ് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്, എന്ത് ചെയ്യണം, എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് കുട്ടിക്ക് ഒരു കൃത്യമായിട്ട് ഒരു വേ കൊടുക്കാനായിട്ട് അല്ലെ, ഒരു കറക്റ്റ് ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ടൊരു ഓർഡർ. ക്രിയേറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മള് ഇപ്പൊ പല കാര്യങ്ങൾ, ഇപ്പൊ രാവിലെ തോന്നിയ സമയത്ത് എഴുന്നേക്കുക, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊരു ഓർഡർ അല്ല അല്ലെ. പക്ഷെ ഇങ്ങനെ നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് കുട്ടികളിലെ നല്ല ഗുഡ് ഹാബിറ്റ്സ് കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിനുള്ള ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ജീവിത ശൈലി രൂപപ്പെടുകയാണ് അല്ലെ. അതായത് നല്ലൊരു ഓർഡറിലായിരിക്കണം തന്റെ ഒരു ലൈഫ്, ഒരു ദിവസം കടന്നു പോകേണ്ടത് കുട്ടി ആ ഒരു അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് കുട്ടി എത്തിച്ചേരും. എന്ത് ചെയ്യുന്നതിലൂടെ? പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ കുട്ടികളിൽ ഓർഡർ രൂപപ്പെടും. ഓക്കെ, മനസ്സിലാവുണ്ടോ ടീച്ചർ പറയണത്? ഉണ്ട് മാം. പിന്നെ ഇൻക്രീസ് ഗുഡ് സെൽഫ് ഇമേജ്. ഇൻക്രീസ് ഗുഡ് സെൽഫ് ഇമേജ് എന്താണ്? ഇൻക്രീസ് ഗുഡ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് സെൽഫ് ഇമേജ് ഇൻക്രീസ് ചെയ്യുന്ന കുട്ടിക്ക് ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്ക് നമുക്ക് സ്വയം വ്യക്തിത്വമൊക്കെ രൂപപ്പെടാൻ കഴിയില്ല. അപ്പൊ ചെറിയ രീതിയിൽ കുട്ടികള് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചർ അത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വെരി ഗുഡ് അല്ലെ, വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്, വെൽ ഡൺ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്ക് എന്താ തോന്നുന്നത്? കുട്ടിക്ക് എന്ത് തോന്നും? ഒരു സന്തോഷമായിരിക്കും. അവന് ഇനി എന്റെ നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി രൂപപ്പെടും, ഒരു ക്യൂരിയോസിറ്റി വരും കുട്ടിക്ക്. അടുത്ത് എന്ത് ചെയ്യണം ടീച്ചർ പറയുമ്പോൾ അടുത്ത് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സ്വയം എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് രൂപപ്പെട്ടു വരും. സ്വമേധയാ ആക്ടിവിറ്റീസ് ചെയ്ത് ഒരുപാട് കഴിയുമ്പോൾ കുട്ടികൾ അത് സ്വമേധയാ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണത്. സെൽഫ് ഇമേജ് കുട്ടികൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസുകളിലൂടെ കുട്ടികളിൽ ഗുഡ് സെൽഫ് ഇമേജസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെന്താണ്? അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ്. അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ് എന്താണ് പറയുന്നത്? Appreciate and understand the limits of his environment.
എന്താണ് സൂചിപ്പിക്കുന്നത്? എന്ത് കുട്ടികൾ മനസ്സിലാക്കുന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മള്? തന്റെ പരിസ്ഥിതികളിലുള്ള ലിമിറ്റ്സുകൾ അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ഹിസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ പരിസ്ഥിതിയുടെ പരിധികളെ അഭിനന്ദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. എത്രത്തോളം എൻവയോൺമെന്റിൽ എത്രത്തോളം നമ്മൾ പ്രൗഡ് ആക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം എൻവയോൺമെന്റ് പരിസ്ഥിതി ലിമിറ്റ്സ് ഉണ്ട്, കുട്ടികൾക്ക് എത്രത്തോളം കൺട്രോൾ വരുന്നുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. പ്രാക്ടിക്കൽ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ പരിസ്ഥിതിയുടെ ലിമിറ്റ്സ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ്സ് ഓഫ് ദ എൻവയോൺമെന്റ് കുട്ടികൾക്ക് അത് ഏൺ ചെയ്യാനായിട്ട് മനസ്സിലാകുന്നു. അതായത് ഒരു എൻവയോൺമെന്റിൽ ഒരു ചുറ്റുപാടിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ നിയന്ത്രണങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നു. ഓക്കെ, അടുത്തത് ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അത് എന്താണ്? ഡെവലപ്പ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണ് പറയുന്നത്? കുട്ടിക്കൊരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നു അല്ലെ? ഉത്തരവാദിത്ത ബോധം, റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതൊരു ബെനഫിറ്റ് ആണ്. അത് ടീച്ചർ തരുന്ന ആക്ടിവിറ്റി ഞാനത് ചെയ്ത് തീർക്കണമെന്ന് കുട്ടിക്ക് അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരു മനോഭാവം കുട്ടിയിൽ രൂപപ്പെടുന്നു. ഓക്കെ, അത് ഞങ്ങളുടേതാണ് വർക്കുകൾ അല്ലെങ്കിൽ ഞങ്ങളാണ് അത് ചെയ്യണേ എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടികളിൽ ഫോർമേറ്റ് ചെയ്ത് വരുന്നു. Then aid the child in his construction. അടുത്ത പോയിന്റ് എന്താണ്? Aid the child in his construction. കുട്ടി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ, കുട്ടിക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ കുട്ടി അത് ചെയ്തുകൊണ്ടിരിക്കണം. അവൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? അവർക്ക് എയ്ഡ് ചെയ്യുക. എയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ നിർമ്മാണത്തിൽ സഹായിക്കുക അല്ലെ? നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ഒരു എന്താ പറയുക, എൻകറേജ്മെന്റ് കൊടുക്കാൻ സാധിക്കണം. അധ്യാപകർ എയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കണം. കുട്ടി അവരുടെ നിർമ്മാണത്തില് സഹായിക്കുക. കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. സപ്പോർട്ടും എൻകറേജ്മെന്റ് നമ്മൾ കൊടുക്കണം. ചിലപ്പോൾ ചിലപ്പോ ഇപ്പൊ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മുകളിൽ വെക്കുന്ന ബ്ലോക്ക് ചിലപ്പോൾ താഴെ വീണിരിക്കും. ഒരിക്കലും നമ്മൾ ആ ഒരു സമയത്ത് അവരെ ചീത്ത പറയരുത്. പകരം രാഹുൽ അതെടുത്ത് വെക്കൂ അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുക. അല്ലെങ്കിൽ കുട്ടിയുടെ നമ്മൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾക്ക് എടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹെൽപ്പും ചെയ്യണം. നമ്മൾ കുട്ടികളെല്ലാം ചെയ്യുമെന്നല്ല നമ്മളോട് ചെയ്യേണ്ടത്, നമ്മളുടേതായ രീതിയിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അത് ചെയ്തോളും എന്ന് നിങ്ങൾ ഒരിക്കലും മാറുമെന്ന് ചിന്തിക്കരുത്. കുട്ടി അത് ചെയ്തോളും, പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ കുട്ടി ചെയ്തോളും എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾ കാണിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരിക്കണം എപ്പോ വേണമെങ്കിൽ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. എന്തൊക്കെയാണ്? ടു ഇംപ്രൂവ് ഇൻ സെൽഫ് നോളജ്, കുട്ടികളുടെ സെൽഫ് നോളജ് വർദ്ധിക്കുന്നു. പിന്നെ ചൈൽഡ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ എന്താണ്? മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെന്താ? അവരെ ഇൻഡിപെൻഡന്റ് ആവും അല്ലെ? അവര് ഇത്തരം ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതിലൂടെ കുട്ടികൾ സ്വതന്ത്രരാക്കപ്പെടുന്നു. അവർക്ക് ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ എന്താണ്? ഗുഡ് സെൽഫ് ഇമേജസ് ഉണ്ടാകുന്നു. എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്നു. അവരുടെ എത്രത്തോളം ലിമിറ്റ്സുകൾ എന്ന് കുട്ടികൾ തിരിച്ചറിയുന്നു. പിന്നെ എന്താണ്? ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ എന്താണ്? എയ്ഡ് ദ ചൈൽഡ് ഇൻ ഹിസ് കൺസ്ട്രക്ഷൻ. അവരെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ സഹായിക്കുക. ഓക്കെ, യെസ്, മനസ്സിലായോ? ബെനിഫിറ്റ്സ് ഓഫ് പ്രാക്ടിക്കൽ എക്സസൈസ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫ് മെറ്റീരിയൽസ്. എന്തൊക്കെ തത്വങ്ങളാണ് മോണ്ടിസോറി പ്രാക്ടിക്കൽ ലൈഫിനുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദി ചൈൽഡ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പാർട്ട് വൺ നിങ്ങൾ ഇതിനു മുമ്പ് വേറെ പ്രാക്ടിക്കൽസ് ഒക്കെ അബർഡംസ് ഒക്കെ കാണിച്ചിരുന്നില്ലേ? കുറെ മെത്തേഡ്സുകളൊക്കെ വേറെ അതർ സൈഡിൽ നിന്ന് കാണിച്ചു തന്നു. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് കൂടെ കാണിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണമായിരുന്നു നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ടത്. നമ്മളുടെ ടൈമിന്റെ ഇതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ് കേട്ടോ. അപ്പൊ പക്ഷെ കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഫസ്റ്റ് എന്ത് പ്രാക്ടിക്കൽ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാർട്ട് 1 നിന്നാണ് തുടങ്ങുന്നത്. പ്രാക്ടിക്കൽ ലൈഫിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങള് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് പോലെ സംഭവിച്ചതാണ്. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. ഈച്ച് മെറ്റീരിയൽ മസ്റ്റ് ഹാവ് എ പ്രിസൈസ് പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദ ചൈൽഡ്.
നമ്മൾ ഓരോ മെറ്റീരിയൽസും കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ മെറ്റീരിയൽസിനും കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട് അല്ലെ? ഓരോ മെറ്റീരിയൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട് നമുക്ക് അല്ലെ? അത് എന്തിനു വേണ്ടി ചെയ്യണം, എന്തിനു വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യിപ്പിക്കുന്നത്, ഒരു പർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് ഓരോ മെറ്റീരിയലും എന്തുണ്ട്, കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. കൂടാതെ കുട്ടിക്ക് എന്ത് മനസ്സിലാവണം, അതൊരു അർത്ഥവത്തായിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണെന്ന് കുഞ്ഞിന് അത് മനസ്സിലാവുകയും ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ്? ഈച്ച് മെറ്റീരിയൽസ് മസ്റ്റ് ഹാവ് എ പർപ്പസ് ആൻഡ് ബി മീനിങ്ഫുൾ ടു ദ ചൈൽഡ്. ഓരോ മെറ്റീരിയലും കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. കൂടാതെ കുട്ടിക്ക് അത് അർത്ഥവത്തായ രീതിയിൽ മനസ്സിലാവുകയും വേണം. ഓക്കെ, സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? The difficulty or the effort that the child to discover and understand must be isolated in a single piece of material. The difficulty or effort the child is discovered to and understand must be isolated in a single piece of material. ഇത് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയുള്ളതായിരിക്കണം? ഓരോരുത്തർക്കും വേറെ 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 വേണം, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ പറയുന്നത്? ഒരു സിംഗിൾ മെറ്റീരിയൽ ആയിരിക്കണമെന്നല്ലേ ഓരോരുത്തർക്കും? ഓരോരുത്തർക്കും സിംഗിൾ മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാം അല്ലെ? കുട്ടികൾ ചിലപ്പോൾ ചില സ്റ്റാർട്ടിങ്ങിൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് മനസ്സിലാവും. ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ആദ്യം കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഒന്നും ചെയ്തെന്ന് വരില്ല കേട്ടോ. നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ഇതായി പോകരുത്. അവര് പഠിച്ചു വരുന്നോളല്ലേ, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ചിലപ്പോൾ വലിച്ചെറിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ തോന്നില്ല, ചിലപ്പോൾ കരഞ്ഞിരിക്കാം. ഏത് തരത്തിലുള്ള എക്സ്പ്രഷൻസിൽ നിന്നും കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ ആ മെറ്റീരിയൽസ് ചിലപ്പോൾ ആ ഹോൾ ക്ലാസ്സിൽ ചിലപ്പോൾ അവൻ അത് ഉപയോഗിക്കുക പോലില്ല. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കുട്ടി അതിലേക്ക് വരില്ല. പക്ഷെ നിങ്ങൾ അത് വിട്ടേക്കൂ, കുട്ടിയെ അങ്ങനെ വിട്ടേക്കുക, അവനവിടെ ഇരുന്നോട്ടെ. നെക്സ്റ്റ് ഡേ വരും, പിന്നീട് ഡേ വരും, നമുക്ക് ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ടൈം എടുത്തുകൊണ്ട് തന്നെ എന്താണ് കുട്ടികളെ മെറ്റീരിയൽസിലേക്ക് പരിചയപ്പെടുത്തിയാൽ മതി. ഓക്കെ, ഒരിക്കലും അവരെ കൊണ്ട് ഭയങ്കര നിർബന്ധിച്ച് നീ അത് ചെയ്യടാ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ക്ലാസ് റൂമിൽ അങ്ങനെ കാണിക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് മോണ്ടിസോറിയില് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. മാക്സിമം നിങ്ങളെ എൻകറേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചില ഒബ്ജക്ട്സ് ആണ് നമ്മൾ പഠിച്ചിട്ടില്ല, പേടി ഉണ്ടാവും. എത്ര വലുതായെങ്കിലും ചിലപ്പോൾ കോമൺ ഫിയർ മാറിയിട്ടുണ്ടാവില്ല. ചില കളേഴ്സ് പേടിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കളിക്കുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പാവ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബബിളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ടൺസ് എന്തും ആയിക്കോട്ടെ, അത് കാണുമ്പോൾ ചില പേടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ചിലവര് അത് മൈൻഡ് പോലും ചെയ്യാതെ ഇഷ്ടം ഉണ്ടാവില്ല, ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഇഷ്ടം കാണിക്കാതെ വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലുള്ള കുട്ടികളായിരിക്കും നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ മുൻകൂട്ടി ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് പോവാം. അപ്പൊ അങ്ങനെ കാണിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ അതില് പേടിക്കൊന്നും വേണ്ട. പക്ഷെ അവിടെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരുത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ടീച്ചർ ഒരു കാര്യം കാണിച്ചു തരാം. അതിൽ ക്യാമറ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മള് പാർട്ട് 4 പഠിച്ച സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഷൂ ലൈസ് കുട്ടികള് കെട്ടുന്നത് എങ്ങനെയാണ്, എങ്ങനെ കെട്ടണം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? ഓർക്കുന്നുണ്ടോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നിപ്പോ നമുക്ക് നോക്കാം. ഇന്നത്തെ വായിച്ചു പറയാം കേട്ടോ. ക്യാമറ ഓൺ ചെയ്യാം. കാണുന്നുണ്ടോ? ഈ മെറ്റീരിയൽ കാണുന്നുണ്ടോ? മിസ്സേ അത് സ്ക്രീനിലോട്ട് കാണിക്കാവോ മിസ്സേ? അപർണ മാം ഇന്നലെ അങ്ങനെ അപ്പൊ കാണാം, കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഒരു മിനിറ്റ്.
കാണാമോ? കാണാം. മെറ്റീരിയൽ കാണാലോ? കാണാം മിസ്സേ, കാണാം. കാണാം. ഇത് ഫസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സമയത്ത് ടീച്ചർ കാണുന്നുണ്ടല്ലോ. ഓക്കെ, യെസ്. ഇത് ഷൂ ലൈസ് കെട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകണം. അപ്പൊ ഷൂ ലൈസ് എങ്ങനെയായിരിക്കും കിടക്കുന്നത്? കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അത് കെട്ടാന്നുള്ളത് അല്ലെ. ഫസ്റ്റ് നമ്മള് കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണം? 2 കൈ കൊണ്ട് അല്ലെ, നമ്മുടെ 2 ഫിംഗേഴ്സ്, 2 ഫിംഗേഴ്സ് ആണ്, ഈ 2 ഫിംഗേഴ്സ് വെച്ചിട്ട് അവരെ കൊണ്ട് അത് ടച്ച് ചെയ്യിപ്പിക്കാം. ജസ്റ്റ് ടച്ച് ചെയ്യിപ്പിക്കാം. അതായത് കയ്യിൽ അതിന്റെ ഒരു ബാലൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? കാണിച്ചു കൊടുക്കണം അല്ലെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മള് ഫ്രണ്ടിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈറ്റിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ട്വിസ്റ്റ് ചെയ്യാം അല്ലെ. ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ മാത്രം കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. നിങ്ങൾ ഇങ്ങനെ കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ. ചില കുഞ്ഞുങ്ങൾ പല ആക്ഷൻസ് കാണിക്കും, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അവർ കാണിച്ചോളും. ആദ്യം ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക. ഇത് ട്വിസ്റ്റ് ചെയ്യാന്ന് പറയാം. ദെൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ട്വിസ്റ്റ് ചെയ്തതിനു ശേഷം എന്താ ചെയ്യേണ്ടത്? ദെൻ അത് ഉള്ളിലേക്ക് എടുക്കാം. യെസ്. ഇവിടെ എന്ത് വന്നു? യെസ്, ഇതൊന്ന് ലോക്ക്ഡ് ആയി അല്ലെ. ജസ്റ്റ് ഒന്നത് ലോക്ക്ഡ് ആയി. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മള് പതിയെ താഴേക്ക് കൊണ്ടുവരാം. ഷൂലൈസ് കെട്ടാൻ പോവാണ്. പതിയെ താഴേക്ക് കൊണ്ടുവരാം. ജസ്റ്റ് ലോക്ക്ഡ് ആയി അല്ലെ. ലോക്ക്ഡ് ആയില്ലേ? യെസ്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ എന്താ ചെയ്യേണ്ടത്? പിന്നെയും ട്വിസ്റ്റ് ചെയ്യാം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെയും ട്വിസ്റ്റ് ചെയ്യേണ്ടത് നമ്മള് റിപ്പീറ്റ് ചെയ്യാം അല്ലെ. റിപ്പീറ്റ് ചെയ്യണം. നേരത്തെ എടുത്ത ട്വിസ്റ്റ് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ 2 റിബൺസ് എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇങ്ങനെ ജസ്റ്റ് വളയ്ക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മള് ലിങ്ക് ചെയ്തു അല്ലെ. ഇത് ലിങ്ക് ചെയ്യാന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഇത് ലിങ്ക് ചെയ്യുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ. ലിങ്ക് ചെയ്യുന്നു. ചില കുഞ്ഞുങ്ങൾ വേഗം പഠിക്കും, ചിലർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ലിങ്ക് ചെയ്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ദെൻ പതിയെ വലിക്കുക. ബേസിക് ഇത്രയും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. എങ്ങനെ ചെയ്യേണ്ടത്? ജസ്റ്റ് ഓപ്പൺ, then lock, പതിയെ വലിക്കാം. സ്ലോലി. then ഈ കൈകൾ കൊടുക്കുന്ന സമയത്ത് പിടിക്കാനായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ കൈ കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ യെസ്, പിന്നെ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് 2 ഹോൾസ് എടുക്കുക. then ഫോൾഡ് ചെയ്യുക. ഓരോ പോർഷൻസും നിർത്തി കാണിച്ചു കൊടുക്കണേ. ഓരോ പോർഷൻസും നിർത്തി കാണിച്ചു കൊടുക്കുക. then ടൈറ്റ് ചെയ്തിരിക്കുക. ഇത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഇത് കെട്ടാൻ അറിയുന്നവരാണെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ. എനിക്ക് ഈ ഒരു രീതിയിൽ അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ നല്ല പൂക്കളൊക്കെ പോലെ കെട്ടാൻ അറിയുന്നവരുണ്ടാവാം. അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായോ? ഷൂ ലൈസിന്റെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. നെക്സ്റ്റ് എന്താണ്? കുട്ടികളിൽ ഏതൊക്കെ പർപ്പസിലായിരിക്കും ഉപയോഗിക്കുന്നത്? സിബ് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് അല്ലെ, വാഷ്റൂമിൽ പോകുന്ന സമയത്ത്. ദെൻ അല്ലാത്ത പക്ഷം എപ്പോഴാണ്? ബാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അല്ലെ, ബാഗ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. യെസ്. എന്താണ് ഇത് എങ്ങനെയും ചെയ്യേണ്ടത്? നമ്മള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ ബാഗിൽ ജസ്റ്റ് ടച്ച് ചെയ്യുക അല്ലെ. ഒരിക്കലും ഇങ്ങനെ പിടിച്ച് വലിക്കാൻ എന്താ പറ്റുന്നത്? അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യിപ്പിക്കരുത്. ബാഗിൽ ടച്ച് ചെയ്യാൻ പറയണം. ഇൻ കേസ് ഇപ്പൊ ട്രൗസേഴ്സ് ആണെങ്കിൽ എന്താണ്, അവിടെ ടച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം പതിയെ സ്ലോലി ആയിരിക്കും നമ്മൾ മുകളിലേക്ക് അടിക്കേണ്ടത്. അപ്പൊ കുട്ടികളുടെ ബാഗ് ടച്ച് ചെയ്യാൻ പറയാം. പിന്നെ എന്താണ്? സിപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ വലിക്കും. അങ്ങനെ ചെയ്താൽ പറ്റില്ല, കൈ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, കണ്ടോ? ഇത് സിപ്പ് എന്നാണത്. സിപ്പ് എന്താ ചെയ്യേണ്ടത്? നമ്മള് ഈ വിരൽ ഉപയോഗിച്ചുകൊണ്ട്, ഏത് വിരലാണ്? ഈ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ടച്ച് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ പിടിക്കുന്നു.
ഓക്കെ, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടാവണം നമ്മള്. ഓക്കെ, പതിയെ ഇതിന്റെ മുറുക്കവും വലിപ്പവും അനുസരിച്ചിട്ടൊക്കെ ഇരിക്കും കേട്ടോ. പതിയെ ഓപ്പൺ ചെയ്യാ. അതുവരെ നമ്മുടെ കൈ എവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന കുട്ടികളോട് ആ ബാഗിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് റൈറ്റോ ലെഫ്റ്റോ ഏത് സെക്ഷൻ ആയിക്കോട്ടെ ഏത് സൈഡ് ആയിക്കോട്ടെ അവിടെ നമ്മള് കുട്ടികളുടെ സൈഡ് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആ ബാഗിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ താഴെ വീഴാനും സൈഡിലേക്ക് പോകാൻ ചാൻസസ് ഉണ്ട്. ദെൻ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് കുട്ടികളോട് സ്ലോലി കൈ മൂവ് ചെയ്തിട്ട് ബുക്സ് എടുക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ബുക്സോ പെൻസിൽസോ എന്തെടുക്കുന്നതിൽ എന്താണ് കൈ പതിയെ മൂവ് ചെയ്യാൻ പറയണം. ഒരിക്കലും കൈ പുഷ് ചെയ്തുള്ളിലേക്ക് ഇടരുതെന്ന് പറയണം കേട്ടോ. പതിയെ മൂവ് ചെയ്യിക്കുക. സ്ലോലി സാധനങ്ങൾ ഏത് തിങ്സ് ആണ് എടുക്കേണ്ടത്, ബുക്സ് ആണെങ്കിൽ അത് പതിയെ എടുക്കുക. ദെൻ അതെടുത്ത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ഏത് സൈഡിലോ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വെക്കാം. ഓക്കെ, അവിടെ ഇരിക്കുന്ന ബെഞ്ചോ ഡെസ്കോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണം അല്ലെ? ക്ലോസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ്? ആ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് അല്ലെ? ബാഗില് സൈഡിലോ ഏത് സൈഡാന്ന് വെച്ചാൽ പ്രസ് ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്ലോലി പതിയെ നമ്മളത് ക്ലോസ് ചെയ്യാൻ പോകണം അല്ലെ? അതേ സെയിം ഫിംഗേഴ്സ് ഉപയോഗിച്ച് വരുന്നതിനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ക്ലോസ് ചെയ്തു. എന്താണ് ബാഗ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് പ്ലേസിൽ വെക്കാനും കൂടി നിങ്ങൾ പഠിപ്പിച്ചിടും. ജസ്റ്റ് ഇത് കൂട്ടാനോ അടക്കാനോ എടുക്കാനും മാത്രമല്ല, അത് എവിടെ മാറ്റി വെക്കണം എന്ന് കൂടി നിങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഓക്കെ, യെസ്, മനസ്സിലായോ? മനസ്സിലായി. യെസ്, പിന്നെ വരുന്നത് യെസ്, കാണാമോ? What is this? എന്താണിത്? ബട്ടൺ, പ്രസ് ബട്ടൺ ആണോ? ബട്ടൺ ആണോ മനസ്സിലായി, പ്രസ് ആണോ മനസ്സിലായില്ല. ബട്ടൺസ് ആണ്, ബട്ടൺസ് ആണ് കേട്ടോ. എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ? ബട്ടൺസ് ഓപ്പൺ ചെയ്യുന്നതിനോ തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനും വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം അല്ലെ? അപ്പൊ ഫസ്റ്റ് നമ്മൾ എങ്ങനെ ബട്ടൺസ് തുറക്കുന്നത് എങ്ങനെയാണ്? എന്തിനും രണ്ട് കൈകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ? രണ്ട് ഹാൻഡ്സ് നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ? പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഹാൻഡ് ഏത് ഹാൻഡാണോ അത് കുട്ടികളുടെ ഓരോ കൈകളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർ പിടിക്കുന്ന സ്റ്റൈലും ഓരോ മാനേഴ്സ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ ബോഡി ലാംഗ്വേജ് ഒക്കെ അത് ഡിപ്പെൻഡഡ് ആണ്. ചില കുഞ്ഞുങ്ങള് എല്ലാം ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കാണാമോ? യെസ്, കാണാലോ? കാണാം. യെസ്, നമ്മളിത് അയക്കാൻ പോവാണ് കേട്ടോ. അപ്പം ചെയ്യണം എങ്ങനെയാണ്? അവിടെ നമ്മൾ ആദ്യം രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ വയ്ക്കുക. ദെൻ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിങ്ങനെ പൊന്തി വരും അല്ലെ? ഇതിങ്ങനെ ജസ്റ്റ് നമുക്കൊന്ന് മുകളിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കും. ഇവിടെ സ്പിൻ ചെയ്തിട്ടൊരു അടിപ്പുണ്ടായിരിക്കും. ദെൻ അതെന്താ ചെയ്യേണ്ടത്? നമ്മള് ജസ്റ്റ് പതിയെ പ്രസ് ചെയ്യാൻ പറയണം അവരോട് കേട്ടോ. പതിയെ പ്രസ് ചെയ്യാം. ദെൻ അടുത്ത ഫിംഗർ ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് അത് എന്ത് ചെയ്യണം? നമ്മള് ഓരോ ബട്ടൺസ് ഓർക്കുണ്ടായി അല്ലെ? യെസ്, പിന്നെ എന്ത് ചെയ്യേണ്ടത്? ക്ലോസ് ചെയ്യിപ്പിക്കണം അല്ലെ? ബട്ടൺസ് ക്ലോസ് ചെയ്യിപ്പിക്കണം. എങ്ങനെയാണ്? ഹോൾസ് കാണിച്ചു കൊടുക്കണം കേട്ടോ. വ്യക്തമായിട്ട് ഹോള് കാണിച്ചു കൊടുക്കണം. ഈ ഹോളിന്റെ അകത്തേക്കാണ് നമ്മള് ബട്ടൺസ് കയറ്റുന്നതെന്ന് കുട്ടികളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, സ്ലോലി എല്ലാം സ്ലോലി ചെയ്യണം കേട്ടോ. വളരെ പതുക്കെയാണ് ചെയ്യേണ്ടത്. യെസ്, ചില ടൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വളരെ കുറച്ച് ലൂസ് ആക്കി എടുക്കാൻ നോക്കണം നിങ്ങൾ. ക്ലോസ് ടൈം അതേപോലെ ഓരോ ബട്ടൺസ് അഴിപ്പിക്കുക. ഫസ്റ്റ് അതിന്റെ ഓപ്പണിങ്ങിൽ തന്നെ പിടിക്കണം കേട്ടോ. ഓപ്പണിങ്ങിൽ തന്നെ പിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാലോ ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യിപ്പിക്കാൻ അല്ലെ?
കയറ്റുക. ഓക്കെ, ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഹോള് കാണിച്ചു കൊടുത്തതിന് ശേഷം ആയിരിക്കണം ഹോൾ ക്ലോസ് ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ കൊണ്ട് അടുപ്പിക്കുകയും വേണം. അത് കൃത്യമായിട്ട് അതിന്റെ അടുത്ത് ബട്ടൺ ക്ലോസ് ചെയ്യിപ്പിക്കുകയും വേണം. യെസ്, അത് മനസ്സിലായല്ലോ. അടുത്ത മെറ്റീരിയൽ ആണ് ബക്കിൾസ്. കണ്ടിട്ടില്ലേ നിങ്ങൾ ബക്കിൾസ്? ഇതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ബക്കിൾസ്? ബാഗേല് കണ്ടിട്ടുണ്ട് അല്ലേ? എന്ത് നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞത് ബാഗേലാണെന്ന്? ആരാ പറഞ്ഞത്? ഞാനാ പറഞ്ഞു ബാഗിലല്ലേ. ബാഗിലാണ്. വളരെ കുഞ്ഞു കുട്ടികളെ പറയുന്ന പോലെ പറഞ്ഞു. ഓക്കെ, ബക്കിൾസ് എന്തിനാണ് നമ്മൾ മോണ്ടിസോറി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാ. ബക്കിൾസ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബക്കിൾസ് ഐസ് കൊണ്ട് കൊടുക്കണമല്ലോ. ബക്കിൾസ് ഓപ്പൺ ചെയ്യണ എങ്ങനെയാണ്? നമ്മള് ബക്കിൾസിന് ഓപ്പൺ ചെയ്യുന്നതിന് എന്ത് വേണം? കാല് വേണോ കൈ വേണോ? കൈ വേണം. കൈന്റെ രണ്ട് വിരല് വേണം. ഈ വിരലുകൾ വെച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക അല്ലേ? ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. യെസ്, അവിടെ എന്താണ് രണ്ട് വിരലുകൾ വെച്ചിട്ട് നമ്മള് ഇവിടെ പിടിക്കണം, ഇവിടെ പിടിക്കണം. രണ്ട് വിരല് ടച്ച് ചെയ്യാം. ദെൻ എവിടെയാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്? പ്രസ് ചെയ്യേണ്ടത് എവിടെയാണ്? സൈഡില്. ഇതിന്റെ സൈഡിൽ പ്രസ് ചെയ്യണത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കൈ പ്രസ് ചെയ്ത് കാണിക്കാം. യെസ്, ഇവിടെ പ്രസ് ചെയ്യാം, ഇവിടെ പ്രസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരുമിച്ച് ഒരേപോലെ തന്നെ അല്ലെ? ഒരേപോലെ പ്രസ് ചെയ്യണം നമ്മൾ. ഒരേപോലെ പ്രസ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അത് ഓപ്പൺ ആവുകയാണ് അല്ലേ? യെസ്, ഓപ്പൺ ആയി. എന്താണ് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? അത് തന്നെ സെയിം റിപ്പീറ്റ്. പിടിക്കുക. ഫസ്റ്റ് കൈ ഫസ്റ്റ് ഫിംഗർ വെച്ച് പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫിംഗർ വെച്ച് പ്രസ് ചെയ്യുന്നു. ഒരുമിച്ച് പ്രസ് ചെയ്യാം കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്യാം. ദെൻ ഓപ്പൺ. ഓക്കെ, നെക്സ്റ്റ് എടുക്കുക. ഇവിടെ പ്രസ് ചെയ്യുക. രണ്ട് കൈകൾ അത് പ്രസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. പിടിച്ചു കൊടുക്കണം. പിന്നെ കള്ളലിനെ നമുക്ക് ചെറിയ ഫിംഗർ ഉപയോഗിക്കാം. പ്രസ് ചെയ്യുക, ഒരുമിച്ച് പ്രസ് ചെയ്യാം. ഓപ്പൺ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാൻ പഠിപ്പിക്കണം അല്ലെ? എങ്ങനെ ക്ലോസ് ചെയ്യേണ്ടത്? നേരെ കൊണ്ടുവരിക അല്ലെ? ഒരേ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരിക. യെസ്, നേരെ കൊണ്ടുവരിക. ഇതെന്ത് ചെയ്യണം? ഇത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അവരത് ഉള്ളിലേക്ക് കയറ്റാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി പോകും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കറക്റ്റ് ആയിട്ട് ഹോളിനകത്തേക്ക് പ്രസ് ചെയ്ത് അതിലേക്ക് കയറ്റാനായിട്ട് അവരെ ശ്രമിക്കുക. ട്രൈ ചെയ്യണം. ഓക്കെ, ഒരു ടെക് എന്നൊരു ശബ്ദം കേൾക്കും അല്ലെ? ലോക്ക്ഡായി. നെക്സ്റ്റ് see, repeat, then closed. Yes. Okay, locked ആയി അല്ലെ? ചില വേന്ദ്രന്മാരായ കുട്ടികള് ഇത് പല രീതിയിൽ ഓപ്പൺ ആക്കാൻ ചെയ്യും, വലിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ ഇത് ശ്രദ്ധിച്ചോളണം. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല. നമ്മളെക്കാൾ മുമ്പ് ചിലപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവും, അഴിച്ചിട്ടുണ്ടാക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ രണ്ടും പേര് പറിച്ചെടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ശ്രദ്ധിച്ചോളണം കേട്ടോ. അങ്ങനെയുള്ള കുറുമ്പന്മാരും ഉണ്ടാവും നമ്മുടെ ക്ലാസ്സില്. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ബക്കിൾസ് ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? What is this? വെൽക്രോ ആണ്. വെൽക്രോ ആണ്. വെൽക്രോ എങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്?
അവിടെ വലിച്ചാ മതി. അത് തന്നെ, വലിച്ചാ മതി. അതിങ്ങനെ പറയൂന്ന് ഓർത്തിരിക്കും. ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ വലിച്ചു കഴിയുമ്പോൾ പിള്ളേരെയും കാണിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് പിന്നീട് യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏത് മെറ്റീരിയൽസ് ആണെങ്കിലും വളരെ കെയർഫുൾ ആയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ കേട്ടോ. ഓക്കെ, യെസ്. വെൽക്രോ കാണുന്നുണ്ടോ? കീബോർഡോടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അല്ലേ. ഇത് കുട്ടികളെ ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ചില കുട്ടികൾ ഡിഫിക്കൽട്ട് ആയിട്ട് ഇത് വലിക്കുന്നുണ്ട് അല്ലെ. വലിച്ചാലും ചിലപ്പോൾ അവർക്ക് ഇപ്പൊ പോവാത്ത രീതിയിലാവാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇവിടെ കൈകളുടെ ആവശ്യമുണ്ടോ? കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് മെല്ലെ വലിക്കുക. 2 കൈ പ്രസ് ചെയ്യണം. അത് അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. 2 കൈ പ്രസ് ചെയ്യാം. പിന്നെ എന്താണ്, ഈ കൈ എപ്പോഴും ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, നെക്സ്റ്റ് നമ്മുടെ ഈ 2 വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി ഇത് വേറൊരു മെത്തേഡിൽ ഉപയോഗിക്കാം. എന്താണ്, ജസ്റ്റ് ഒരു ഫിംഗർ മാത്രം ടച്ച് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ഫിംഗർ ഓപ്പൺ ചെയ്യാം, ഫുൾ ഹാൻഡ് സെറ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലാസ്സുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. ചെയ്യാം. ഒരു ആക്ടിവിറ്റി നിങ്ങൾ എത്ര പ്രാവശ്യം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും? ഒരു ആക്ടിവിറ്റി അത് അവര് പെർഫെക്റ്റ് ആകുന്നിടം വരെ അവര് തന്നെ ചെയ്യട്ടെ. അറ്റ്ലീസ്റ്റ് നമ്മള് 3 ടൈംസ് കാണിച്ചു കൊടുക്കുക. 3 ടൈംസ് കാണിച്ചു കൊടുക്കുമ്പോൾ ഏകദേശം കുട്ടികൾക്ക് കിട്ടും. പിന്നീട് റിപ്പീറ്റേഷൻ ചെയ്തോട്ടെ, എങ്ങനെ വേണമെങ്കിലും ചെയ്തോട്ടെ. ചില കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചെയ്തോട്ടെ. മെറ്റീരിയൽ ഒക്കെ തിരിച്ച് തന്നിരിക്കില്ല, തരാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അവർ ചെയ്തോട്ടെ. പതിയെ അത് കയ്യിൽ നിന്ന് മാറ്റാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മളിത് എന്തൊക്കെയാണ് നോക്കിയത്? വെൽക്രോ നോക്കി, ബട്ടൺസ് നോക്കി, ബട്ടൺസ്, സിബ്, പിന്നെ എന്താണ് നമ്മൾ നോക്കിയത്? ഷൂ ലൈസ് അല്ലെ. ഷൂ ലൈസ് 5 മെറ്റീരിയൽസ് ആണ് നിങ്ങൾ പുതുതായിട്ട് പരിചയപ്പെട്ടത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇത് കണ്ടത്? വേറെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അറിയായിരുന്നു. ഓക്കെ, ചെയ്തത് കൊണ്ട് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഓരോ മെറ്റീരിയൽസും ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏത് മെറ്റീരിയൽ ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം ക്ലാസ്സിൽ അത് ഉയർത്തി കാണിക്കുക. എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, കൈകൾ ഉയർത്തി പിടിക്കുക. നിങ്ങൾ നേരെ നിൽക്കുക കേട്ടെ. കുട്ടികൾക്ക് എല്ലാവർക്കും വിസിബിൾ ആവണം. ഇൻ കേസ് ഒരു കുഞ്ഞ് ചോദിക്കും മിസ് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ബെഞ്ചസ് ആയിട്ട് കാണിക്കുക. ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സിൽ ഇതൊന്ന് ഉയർത്തി കാണിച്ചാൽ മതി. ഹോൾ ക്ലാസ്സിൽ ഉയർത്തി കാണിച്ചിട്ട് ഇത് എന്ത് മെറ്റീരിയൽ ആണ്, വെൽക്രോ മെറ്റീരിയൽ ആണ്, നമ്മളിത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റി നിങ്ങളൊരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ കുട്ടികൾക്ക് കൊടുക്കുക. നല്ല രീതിയായിരിക്കും കേട്ടോ. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം മുമ്പ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കൊടുത്ത കുട്ടികൾക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അത് ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഇതാണ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ഇത് എന്ത് കളറാണ് അല്ലെ, എന്ത് കളറിലാണ് ഇത് കാണുന്നത്, നിങ്ങൾ ഏത് കളറിലാണ് ഇത് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഈ 2 കളർ വേറെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് വേണമെങ്കിൽ നമുക്ക് അത് പഠിപ്പിക്കാം. നമ്മളെ ഇപ്പൊ അവർ പറയുന്ന ടീച്ചറെ എനിക്ക് ബ്ലൂ മതി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്ലൂ കളറിൽ ഇതുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ബ്ലൂ പഠിപ്പിക്കും. ബ്ലൂ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതിന് ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ അതിനെ കുറിച്ചുള്ള സ്മോൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കുക. നല്ല രീതിയിൽ കുട്ടികൾക്ക് അത് വർക്ക് ചെയ്യും. പിന്നെ ഓരോ ആക്ടിവിറ്റീസും ഓരോ മെറ്റീരിയൽസും നമ്മൾ 3 ടൈംസ് ആദ്യം കാണിച്ചു കൊടുക്കാം. മാക്സിമം 3 ടൈംസ് ആദ്യം കാണിച്ചു കൊടുക്കാം. പിന്നീട് അവരെ റിപ്പീറ്റഡ് ആയിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നത് വരെ എന്താ ട്രെയിൻ ചെയ്യാം. അവർ കംപ്ലീറ്റഡ് ആയിട്ട് ചെയ്യട്ടെ. ഇനി ഓരോ ബെഞ്ച് വൈസ് നമ്മൾ ഇപ്പൊ ബെഞ്ച് എത്ര കുട്ടികളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ അവിടെ പോയി നേരിട്ട് പോയി നോക്കാം. നേരിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാം. തെറ്റായിട്ട് കുഞ്ഞുങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കൈ പിടിച്ചുകൊണ്ട് തന്നെ കേട്ടോ, കൈ പിടിച്ചുകൊണ്ട് തന്നെ ആദ്യം കാണിക്കുക. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നെക്സ്റ്റ് അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിക്കുക. പിന്നെ അത് ചെയ്ത് എന്താണ് കുഞ്ഞുങ്ങളത് കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ ഒരുമിച്ച് എല്ലാവരെ കൊണ്ടും ടീച്ചർ പറയാണ് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ കയ്യിൽ ഇത് മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം?
എന്ത് ചെയ്യണം, ഒരുമിച്ച് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഓരോ കുട്ടികളെ ഒരുമിച്ച് നിർത്തിക്കണം. ഇപ്പൊ 5 കുട്ടികളെ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ ക്ലാസ് മുറിയിൽ ഫ്രണ്ടിൽ കൊണ്ടുവരണം. അപ്പൊ ബെഞ്ചിൽ എത്തി ചെയ്യണമെന്നില്ല. വേണ്ടി ടീച്ചറിന്റെ അടുത്ത് വേണ്ടി ടേബിളിന്റെ അടുത്ത് നിർത്തിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് എങ്ങനെ പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. ഓക്കെ, യെസ്. അപ്പൊ ആക്ടിവിറ്റീസ് കാണിച്ചത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി മാം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു മിനിറ്റ്. യെസ്, നമ്മളിപ്പോ പ്രിൻസിപ്പിൾസ് വരെയാണ് പറഞ്ഞത് കേട്ടോ. മോണ്ടിസോറിയുടെ പ്രാക്ടിക്കൽ ലൈഫ് സ്റ്റൈലിന്റെ പ്രിൻസിപ്പിൾസ് മാത്രമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് തരുന്നൊരു ആക്ടിവിറ്റി ഒന്നല്ല, നിങ്ങള് നമ്മുടെ സമയപരിധി മൂലം നമ്മൾ പറഞ്ഞു തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പ്രിൻസിപ്പിൾസിന്റെ ബാക്കി ഭാഗങ്ങൾ, ബാക്കി പ്രിൻസിപ്പിൾസ് ഒരു 4 എണ്ണം കൂടി വരുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് മനസ്സിലാക്കി ടീച്ചർ പറഞ്ഞു തരും. നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നില്ല എന്നല്ല കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് എക്സസൈസുകൾ നോക്കുക. അവിടെ താഴെ കുറച്ച് എക്സസൈസ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? എക്സസൈസ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് എക്സസൈസ് നമുക്ക് അവിടെ പറയുന്നുണ്ട്. 3 അല്ല 4 ടൈപ്സ് ഓഫ് എക്സസൈസ് പറയുന്നുണ്ട്. അത് ജസ്റ്റ് വായിക്കും. വളരെ സിമ്പിൾ ആണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. ഒന്നും മനസ്സിലാവാത്തതായിട്ട് ഒന്നുമില്ല. സിമ്പിൾ ഇംഗ്ലീഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ എനിക്ക് അത്രയും എഫേർട്ട് എടുത്ത് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് റീസൺസ് ഫോർ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ്. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് എക്സസൈസ് കൊടുക്കുന്ന റീസൺ എന്താണെന്ന് ഒരു ചെറിയ രൂപത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇതൊക്കെ വായിച്ചു നോക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. വായിച്ചു നോക്കുക. പിന്നെന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലൈഫ് എക്സസൈസ്, അതൊന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എക്സസൈസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു പോകണേ കേട്ടോ. ബാക്കിയുള്ളത് നിങ്ങൾ തിയറി പാർട്സുകൾ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ടീച്ചർ അത് സിമ്പിൾ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. എന്തൊക്കെ ഇൻട്രൊഡക്ടറി എക്സസൈസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് വെച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ടറി എക്സസൈസിൽ വരുന്നത്? റോളിംഗ് ആൻഡ് അൺറോളിംഗ്. എന്താണ് റോളിംഗ് ആൻഡ് അൺറോളിംഗ്? എന്താണ് നമ്മൾ റോൾ ചെയ്യുന്നത്? മാറ്റൊക്കെ ചിലപ്പോൾ റോൾ ചെയ്യുന്നു, അൺറോൾ ചെയ്യുന്നു അല്ലെ? അതിവിടെ കാണിക്കും. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് അത്. ജസ്റ്റ് അതും 2 ഹാൻഡ്സുകൾ എവിടെയാണ് പിടിക്കുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ പിന്നെ എന്താ റോളിംഗ് 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 റോളിംഗ്. ദെൻ അത് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസ് ചെയ്തതിനു ശേഷം അത് എവിടെയാണോ അതിന്റെ പ്ലേസ് അത് അവിടേക്ക് മാറ്റാം. ദെൻ അൺറോൾ ചെയ്യുമ്പോൾ എന്താണ്? അത് എടുത്തു കൊണ്ടുവരാം. ദെൻ അൺറോൾ ചെയ്യുക. അത് ബാക്കിലേക്ക് ഇങ്ങനെ ഡിസ്റ്റേറ്റ് ബാക്കിലേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ബാക്കിലേക്ക് കൊണ്ടുവരാം. റോളിംഗ് ആൻഡ് അൺറോളിംഗ് എന്ന് പറയുന്നത്. സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് അറിയാലോ. സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്. ഓക്കെ. ക്യാരിങ് എന്താണ്? ക്യാരിങ് മെറ്റീരിയൽസ് എടുത്തോണ്ട് വരുന്നതാണ്. എടുത്തുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കണം കേട്ടോ. എടുക്കേണ്ടത് എങ്ങനെയാണ്? അവിടെ ഹാൻഡ് മെറ്റീരിയൽസിന് ട്രേസ് ഉണ്ടാവും. ആ ട്രേ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുക. സ്പൂണിങ് അറിയാലോ. സ്പൂണിന്റെ ഏത് ഭാഗത്താണ് നമ്മുടെ ഫിംഗർ പിടിക്കേണ്ടത്? സ്പൂണിന്റെ ഏത് ഭാഗത്താണ്? മിഡിലാണോ, ടോപ്പിലാണോ, എൻഡിലാണോ? സ്പൂണിന്റെ വിരൽ പിടിക്കേണ്ടത് എവിടെയാണ്? നമ്മളെ വിരൽ പ്രസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഫിംഗേഴ്സ് മിഡിലല്ലേ മാം? മിഡിൽ പോർഷൻസിൽ അല്ലെ. ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് നിങ്ങൾ ഏറ്റവും എൻഡ് ഓഫ് ദ പോർഷൻസിൽ കൊണ്ടുവന്ന് പ്രസ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. അപ്പൊ എന്താ പറ്റുന്നത്? ചിലപ്പോൾ അവർ സ്പൂണിങ് എടുക്കുന്ന സമയത്ത് അവരുടെ കൈകള് ശരിക്കും പറഞ്ഞ മസിൽസിന്റെ കോർഡിനേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, ചെയ്ത് തുടങ്ങുന്നുള്ള. അപ്പൊ ചിലപ്പോൾ വിട്ടുപോകാനൊരു ചാൻസ് ഉണ്ട് അല്ലെ. അവർക്ക് അത് കൃത്യമായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ മിഡിലിൽ പിടിക്കുമ്പോൾ എന്താണ് കുറച്ചും കൂടി അവർക്ക് ഒരു ബാലൻസ് കിട്ടും. മിഡിലിൽ പിടിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. 2 ഫിംഗേഴ്സ് വെച്ചിട്ട് മിഡിൽ പോർഷൻസിൽ പ്രസ് ചെയ്യാൻ പറയണം. ഇനി സ്പൂൺ വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുകയല്ല മാത്രം ചെയ്യേണ്ടത്. ആ സ്പൂൺ പിടിക്കുന്നതിന് ഒരു രീതി ഉണ്ട് അല്ലെ. നമുക്ക് സ്പൂൺ പിടിക്കുന്നതിന് ഒരു രീതി ഇല്ലേ? സ്പൂൺ പിടിക്കുമ്പോൾ നമ്മുടെ കൈകൾ ഉയരാറുണ്ട് അല്ലെ. ഇവിടെ ആംസിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്പൂൺ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്പൂൺ വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഷോൾഡർ മൂവ്മെന്റ്സ് ഉണ്ട്, ആം മൂവ്മെന്റ് ഉണ്ട്, വിരൽ മൂവ്മെന്റ്, 3 രീതിയിലുള്ള മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് സ്പൂൺ മൂവ് ചെയ്യുന്നത് കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. സ്പൂണൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം അല്ലെ. സ്പൂണൊക്കെ എടുക്കാൻ അറിയാലോ. യെസ്. ഇനി പോറിംഗ് എന്താണ്? പോറിംഗ് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രം ഇങ്ങനെ ഒഴിക്കുന്നതിന്. യെസ്. അപ്പൊ
പോകുന്നത്. ഇത് ടീച്ചറിന് ഇത്ര എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, അതുകൊണ്ടാണ് ടീച്ചറിന് പറഞ്ഞു വരുന്നത്. ഒരു ട്രെയില് 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഒരു മഗ്. മഗ്ഗില് കളർഫുൾ ആയിട്ട് നമുക്ക് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇപ്പൊ വെള്ളത്തില് കളർ മിക്സ് ചെയ്തിട്ട് വേറെ കളർ ആക്കാം, ബ്ലൂ ആക്കാം, റെഡ് ആക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇപ്പൊ വെള്ളം തന്നെ വേണമെന്നില്ല, മിക്സ് ചെയ്ത കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാനായിട്ട് അല്ലെ. എന്നിട്ട് എന്താണ് 2 ഗ്ലാസ് ഒരേ അളവിലുള്ള 2 ഗ്ലാസ്സുകൾ അടുത്ത് വെക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? 2 ഗ്ലാസ്സുകൾ അടുത്ത് വെച്ചതിന് ശേഷം നമ്മള് അവരെ കൊണ്ട് ജഗ് കറക്റ്റ് ആയിട്ട് പിടിക്കണം, മഗ് കറക്റ്റ് ആയിട്ട് പിടിക്കാനായിട്ട്. അതായത് ഫസ്റ്റ് ഇത് ജഗ് ആണെങ്കിൽ ഫസ്റ്റ് കൈ അല്ലെ ഈ വിരലിന്റെ ബാക്കിലും ബാക്കി 4 ഫിംഗേഴ്സ് ഇവിടെ വരണം അല്ലെ. അതായത് തള്ളവിരലിന്റെ ബാക്കിലും ബാക്കി 4 ഫിംഗേഴ്സ് ഫ്രണ്ടിലായിരിക്കുമല്ലോ നമ്മൾ പിടിക്കുന്നത്. അതിനെ പ്രസ് ചെയ്യണം അല്ലെ, പ്രസ് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ടേക്ക്. അവിടെ ഒരു ബലം കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങളോട് പറയണം, ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് വിടുക. അപ്പൊ എന്താണ് അവരുടെ കയ്യിൽ ആ ജഗ്ഗായി. ഇനി എന്താ ചെയ്യേണ്ടത്? അത് മുകളിലേക്ക് പൊക്കുക. മുകളിലേക്ക് പൊക്കിയതിന് ശേഷം എന്താണ്, പെട്ടെന്ന് കമത്തിക്കരുത് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ പുറയിക്കരുത്. എന്താ ചെയ്യേണ്ടത്? മുകളിലേക്ക് ഉയർത്തുക. ഇത് ജഗ്ഗാന്ന് വിചാരിക്കും, മുകളിലേക്ക് ഉയർത്തുക, പതിയെ ബെൻഡ് ചെയ്യിപ്പിക്കും. പതിയെ ബെൻഡ് ചെയ്തതിനു ശേഷം എന്താണ്, ഗ്ലാസ് കറക്റ്റ് ആയിരിക്കണം. ഗ്ലാസ് കറക്റ്റ് ആയിട്ട് പതിയെ ഒഴിക്കുക. പതിയെ ഒഴിക്കുന്നത് ഇവിടെ പല മൂവ്മെന്റ്സ് വരുന്നുണ്ട്, ഷോൾഡറിന്റെ ആമൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് പൊസിഷനിലാണോ എന്ന് നോക്കുക. കുട്ടികൾ നേരെ നിൽക്കണം കേട്ടോ, വളരെ സ്റ്റാൻഡിങ് ആയിട്ട് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. കറക്റ്റ് ആയിട്ട് ഒഴിക്കുക. ഏതൊരു അളവിൽ അത് നിർത്തണമെന്ന് ടീച്ചർ ഒന്ന് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് കംപ്ലീറ്റ്ലി നിറഞ്ഞു പോകരുത്, അത് തുളുമ്പി പോവാതെ കറക്റ്റ് ഗ്ലാസിന്റെ ഇന്ന അളവിൽ നിർത്തണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ആ മെഷർമെന്റ് അനുസരിച്ച് കുഞ്ഞുങ്ങൾ കറക്റ്റ് ആയിട്ട് ഒഴിക്കും. അവിടെ എത്തി നിർത്തി കഴിയുമ്പോൾ എന്താണ്, തുള്ളികൾ അവിടെ വീഴുന്ന വെച്ചാൽ പ്രശ്നമില്ല. കുട്ടിയെ കൊണ്ട് കൈകളും പതിയെ ഉയർത്താം, ജഗ് കറക്റ്റ് അതിന്റെ പൊസിഷൻസിൽ വെക്കുക. തൊട്ടടുത്തൊരു ടവൽ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, അപ്പൊ നമ്മളൊരു കർച്ചീഫോ ടവൽ ഉണ്ടായിരിക്കും. ആ ടവൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? താഴെ വീണ തുള്ളികൾ എന്ത് ചെയ്യണം? നമ്മള് എന്താ ചെയ്യേണ്ടത്? തുടച്ചു കളയണം. നിങ്ങൾ കളയുന്നത് അവരേക്കൊന്ന് ചെയ്യില്ല അല്ലെ. തുടച്ച് ഒപ്പിയെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ പഫ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. അവർ ആവശ്യം പോലെ ചെയ്തോട്ടെ. നമ്മൾ അതും കാണിക്കുമ്പോൾ പഫ് ചെയ്തെടുക്കാനായിട്ട് കാണിക്കുക. എന്നിട്ട് പഫിൽ ഇങ്ങനെ എന്താണ് കംപ്ലീറ്റഡ് ആയിട്ട് അതിങ്ങനെ തുടച്ചെടുക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ട്രാൻസ്ഫറിങ് എന്താണ്? ട്രാൻസ്ഫറിങ് കൂടി പറഞ്ഞിട്ട് നിർത്താട്ടോ. ട്രാൻസ്ഫറിങ് എന്താണ്? ട്രാൻസ്ഫറിങ് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റണം. അങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ ഐറ്റംസ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസുകള്? കുഞ്ഞുങ്ങള് ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? കൈമാറുന്നത് മെറ്റീരിയൽസ്. എന്ത് മെറ്റീരിയൽസ് പറയൂ? എന്ത് മെറ്റീരിയൽസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? ബുക്കോ കയ്യിൽ എന്താണോ ടോയ് അതാണോ കളിക്കുന്ന എന്താണോ അത് വേറൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, മറ്റൊരാൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത്, പാസ് ചെയ്തിട്ട് കൈമാറാൻ സാധിക്കണം. കൈമാറാൻ പറ്റുന്ന എന്താണ്? 2 കുട്ടികൾ നിർത്തുകയാണെങ്കിൽ നമ്മളിപ്പോ ബിൽഡിംഗ് ബ്ലോക്സുകൾ കൊടുക്കുകയാണ്. ബിൽഡിംഗ് ബ്ലോക്സ് കൊടുക്കുന്ന വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഒരു കുട്ടി എന്ത് ചെയ്യും? ഒരു കുട്ടി എന്താ ചെയ്യേണ്ടത്? കയ്യിൽ ട്രെയിൽ എന്തുണ്ടായിരിക്കും? ബ്ലോക്സുകൾ ഉണ്ടായിരിക്കും. അവൻ എന്ത് ചെയ്യണത്? വേണ്ട, ആരും വേണ്ട, കൂടെ ആരില്ല എന്ന് വിചാരിക്കും. കയ്യിൽ ട്രേ ഉണ്ട്, അവൻ എന്ത് ചെയ്യും? അത് ഓരോ ബ്ലോക്സ് ആയിട്ട് ഓരോന്നിലും കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഒരു ട്രെയിനിൽ മറ്റൊരു ഭാഗത്തേക്ക് ഒന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടീനെ അത് ട്രെയിൻ ചെയ്യാം. ഇവിടെ നിന്ന് ഫസ്റ്റ് ഏത് ബ്ലോക്കാണ് നമ്മൾ ആദ്യം ട്രാൻസ്ഫർ ചെയ്യുന്നത്? ആദ്യം ചെറുതുണ്ടാവും, വലുതുണ്ടാവും, ഏറ്റവും തീരെ സ്മോൾ ആയിട്ടുള്ളതാണ് അല്ലെ. പല കാറ്റഗറീസ് ബ്ലോക്സുകൾ ഉണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കുട്ടിക്ക് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ആദ്യം കാണിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ ആദ്യം വലുതായിരിക്കും വെക്കുന്നത്. അതിന്റെ മുകളിൽ എന്ത് വെക്കും? അടുത്ത ട്രാൻസ്ഫറിങ് എന്താണ്? അടുത്ത ബട്ടൺ, അടുത്ത ബ്ലോക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ വെക്കും. പിന്നീട് എന്താണ്? അടുത്ത ബ്ലോക്ക്. അങ്ങനെ എന്താണ്? ഓരോ മെറ്റീരിയൽസ് അവന് ഒരു മെറ്റീരിയൽ എടുത്ത് അടുത്ത മെറ്റീരിയലിലേക്ക് അത് കണക്ട് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതാണ് ട്രാൻസ്ഫറിങ്. ഇത് നമുക്ക് പല മെറ്റീരിയൽസ് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ മുത്തുകൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വളയങ്ങളൊക്കെ റൗണ്ട്സ് കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെന്താണ്? ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ്സിൽ കംപ്ലീറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്, ബാക്കി 3 ഗ്ലാസ് നിരത്തി വെച്ചിട്ട് എന്ത് ചെയ്യും? ആ 3 ഗ്ലാസ്സിലേക്ക് പകുതി പോർഷൻസ്, അതിന്റെ ഹാഫ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അതായത് ഹാഫ് പോർഷൻ മാത്രം കുട്ടികളോട് നിറയ്ക്കാൻ പറഞ്ഞിട്ട് അപ്പൊ എന്താണ് അവൻ ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് 3 പോർഷൻസ് ആയിട്ട് 3 രീതിയിൽ, അതായത് ക്ലാസ്സിലെ 3 ഹാഫ് പോർഷൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഓരോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും ഏത് ആക്ടിവിറ്റീസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിന് എന്നാവും മാം? നെക്സ്റ്റ് ക്ലാസ് ഇതേപോലെ ഏതെങ്കിലും സാറ്റർഡേ വെക്കാനാണ് ചാൻസ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എനിക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, 31 അവിടെ 31 അവിടെ വന്നുള്ള വൺ ഡേ വർക്ക്ഷോപ്പ് എന്നാ പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ, യെസ്, നോക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ, എന്തെങ്കിലും പറയാം. ഇപ്പൊ ക്ലിയർ ആണ് മാം? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലിയർ ആണ്. മിസ് ഒരു ഡൗട്ട്. മിസ് ഈ പ്രാക്ടിക്കൽ സെക്ഷന്റെ ഉണ്ടല്ലോ, ഇത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. 250 പേജുണ്ട്. മിസ് എടുത്തില്ലേ തിയറി ഒക്കെ? പ്രാക്ടിക്കൽ തിയറിയുടെ എന്താ മനസ്സിലായില്ല, പതിയെ പറഞ്ഞേ. ആ PDF പ്രിന്റ് എടുക്കണമെന്ന് ചോദിക്കണം മിസ്സേ. ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ പ്രിന്റഡ് മെറ്റീരിയൽ ആക്കിയിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല? ഇല്ല, ചെയ്തിട്ടില്ല. ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് എങ്ങനെയാണോ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതേപോലെ നോക്കുക കേട്ടോ. അപ്പൊ പേപ്പർ പ്രിന്റഡ് മാത്രമാണോ കയ്യിലുള്ള, PDF മാത്രം ഇട്ടാണോ? PDF ആയിട്ട് അത് കിടക്കുന്നത്, പക്ഷെ എടുക്കാൻ പറഞ്ഞില്ലായിരുന്നു, ഞാനങ്ങ് എടുത്തു വെച്ചു. 250 പേജസ് വരുന്നുണ്ട് അല്ലേ? അതിന് മാത്രം 250 രൂപയാവും. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നവർക്ക് ചെയ്യാൻ, അല്ലാത്ത PDF നോക്കിയാൽ നിർബന്ധമൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. ഓക്കെ മാം പറയുന്നത് പോരെ, അങ്ങനെ പഠിച്ചിട്ടില്ല. എന്താണ് നിഷാന? ക്ലാസ്സിൽ പറയുമ്പോ ഇമ്പോർട്ടന്റ് ഉള്ളത് നോട്ടിൽ എഴുതി വെച്ചാൽ പോരെ? പറയുന്നത് ഇങ്ങനെ പോയിന്റ് ചെയ്തൊന്ന് പോയാൽ മതി, ചെക്ക് ചെയ്താൽ മതി. പ്രാക്ടിക്കൽസ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ളത്, നമുക്ക് ഈ തിയറീസ് ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു തരാൻ മാത്രമേ ഉള്ളൂ, കാണിക്കാനുള്ളത് ജസ്റ്റ് കാണിച്ചു തരാനേ ഉള്ളൂ. ബാക്കി നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെ? ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടില്ല എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാം ഉണ്ടാവൂലേ അവിടെ പ്രാക്ടിക്കലിന് വരുന്നുണ്ടെങ്കിൽ? ചിലപ്പോ അറിയില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല മിസ്സേ, അവിടെ കാണണം. പരിചയമുള്ള മുഖങ്ങളൊന്നും ഉണ്ടാവില്ലേ? അതെ, ഞങ്ങൾ ഒരു ആരെയും പരിചയമില്ലാത്തവരാണെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും മിസ്സേ, അതുകൊണ്ടാ. നിങ്ങള് വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ സന്തോഷമായിട്ട് തന്നെ വരണ്ട, ഒരു ടെൻഷൻ ആയിട്ട് ആരും ഇവിടെ വരണ്ട. വളരെ കേട്ടോ, വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ വരാൻ നിൽക്കണം. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ തന്നെ വന്നാൽ മതി, ഒരു ടെൻഷൻ ആരും വിചാരിക്കണ്ട. നിങ്ങളൊക്കെ നല്ല ടീച്ചേഴ്സ് ആണ്, നല്ല ബിഹേവിയർ ഉള്ള ടീച്ചേഴ്സ് ആണ്, അതെങ്ങനെയായിട്ട് ഞങ്ങളുടെ സന്തോഷം. അപ്പോ ആ ഒരു സന്തോഷം, ആ ഒരു കോൺഫിഡൻസ് ധൈര്യമായിട്ട് പോരെ കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മിസ്സേ? നമ്മുടെ പാർട്ട് 2 എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സൈക്കോളജി? അതിൽ അല്ല, അത് തന്നെ മിസ്സേ. ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ഈസ് ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ അത് എങ്ങനാ? ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് എന്ന് തന്നെയാണോ? ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ്. ആ നോട്ട് വെട്ടിയിട്ട് കൺസേൺഡ് എന്നല്ലേ? നോട്ട് വെട്ടാനാണ് പറഞ്ഞത്, അങ്ങനെയല്ലേ നിഷാന നമ്മളന്ന് പറഞ്ഞത്? പക്ഷെ ഞങ്ങൾ അന്ന് എന്താന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങോട്ട് കേൾക്കല്ലേ, അപ്പൊ ഞങ്ങൾ ഭാഗം വിട്ട കേട്ടോ. ഓക്കെ, ഞങ്ങൾ ആരും വെട്ടിയിട്ടില്ലായിരുന്നു. ആദ്യത്തെ നോട്ട് വെട്ടി. അപ്പൊ മിസ് ആദ്യം പറഞ്ഞ ആ നോട്ടല്ല, രണ്ടാമത്തെ നോട്ടാണ്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് എന്നാണോ? എഡ്യൂക്കേഷൻ സൈക്കോളജി മിസ്, യൂണിറ്റ് 7. യൂണിറ്റ് 7 ഭാഗങ്ങൾ എടുത്തിട്ട് കുറെ സമയമായി.
ഇപ്പൊ നോർമേറ്റീവ് അത് നോർമേറ്റീവ് ഇപ്പൊ പറഞ്ഞാലും PDF നിങ്ങൾക്കൊന്ന് കാണിക്കാൻ പറ്റും, ഇതിൽ ഓപ്പൺ ആവുന്നില്ല. മിസ്സേ ആ സമയത്ത് എന്താ പറഞ്ഞതെന്ന് അറിയോ? മാനദണ്ഡ ശാസ്ത്രമല്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല. ഞാനിവിടെ എഴുതി വെച്ചിക്കണേ. ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ്. രണ്ടാമത്തെ നോട്ട് വെട്ടിക്കളയാനാ മിസ് പറഞ്ഞത്. ഫസ്റ്റത്തെ നോട്ട് വെട്ടിക്കളയേണ്ടതാണ് അവിടെ. എടാ ഒന്ന് കാണിച്ചു നിഷാന. കാണിക്കണോ? ഇത് കാണിച്ചു തരും. അതില് മൊത്തം എഴുതി കുറിച്ച് വെച്ചേക്കുവാ. ഒന്നും കാണുന്നില്ലടോ. ഒന്നും കാണാൻ പറ്റില്ല. അതിൽ എഴുതിയിട്ടുണ്ട് 4th പോയിന്റ് ആണ്. നിങ്ങളൊന്ന് വെയിറ്റ് ഇപ്പൊ തന്നെ PDF എടുക്കാം. ഓക്കെ സേ. അതിൽ ഇത്രേ ഉള്ളൂ ആ പോയിന്റ്. ഇറ്റ് ഈസ് നോട്ട് എ നോർമേറ്റീവ് സയൻസ് എന്നാണ്. അവിടെ നോട്ട് വേണ്ട ആവശ്യമില്ല, അത് വെട്ടിക്കളയ വേണ്ടത്. അപ്പൊ ഇറ്റ് ഈസ് എ നോർമേറ്റീവ് സയൻസ് എന്നാവും. കേൾക്കാമോ? യെസ്. കിട്ടിയല്ലോ പോയിന്റ്. ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. അവിടെ ഇറ്റ് ഈസ് കഴിഞ്ഞിട്ടുള്ള നോട്ട് വെട്ടാനാണ് ടീച്ചർ പറഞ്ഞത്. ഇതൊരു മാനദണ്ഡ ശാസ്ത്രമല്ല. അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? കൺസേൺഡ് വിത്ത് വാല്യൂസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻസിന്റെ വാല്യൂസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് എ നോർമാറ്റീവ് സയൻസ് ആസ് ഇറ്റ് ഈസ് കൺസേൺഡ്. അവിടെ നോട്ട് എന്ന് വെട്ടാനാണ് പറഞ്ഞത്. ഇവിടെ നോട്ട് വന്നിട്ടുണ്ട് ടെക്സ്റ്റില്, കണ്ടോ? അതെ മിസ്സേ. അപ്പൊ എങ്ങനെയാ ഓപ്ഷൻസ് ഓൾ ഓഫ് ദ എബോവ് എങ്ങനെയാവുക? ക്വസ്റ്റ്യൻ എന്തായിരുന്നോ? ആ ക്വസ്റ്റ്യൻ ഇല്ലേ, ഞങ്ങള് എന്താ 4ാമത്തെ ബാച്ചിന്റെ പേപ്പറിലെ തോന്നുന്നു കണ്ടത്. അവരുടെ പേപ്പറിൽ അതില് കൊടുത്തിട്ടുണ്ട്. ആണോ? ഈ ഒരു ഭാഗമോ? ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് സയൻസ് ആണ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ ഓൾ ഓഫ് ദ എബോവ് വരണമെങ്കിൽ മിസ് ഇങ്ങനെയാണ്. അതിലെന്താന്ന് പറയാ, ഗ്രോവിംഗ് ഉണ്ട്, അതുപോലെ അപ്ലൈഡ് ഉണ്ട്, അതുപോലെ നോർമേറ്റീവ് ഉണ്ട്, പിന്നെ ഓൾ ഓഫ് ദ എബോവ് ഉണ്ട്. അപ്പൊ അപ്ലൈഡ് സയൻസും ആണ്, അതുപോലെ ഗ്രോവിംഗും ആണ്. അപ്പൊ ഇത് മാത്രം ഇത് രണ്ടും പാടെ ആൻസർ വരുമ്പോ ഇത് ക്വസ്റ്റ്യൻ എത്രാമത്തെ നമ്പറാണെന്ന് പറയോ? അയ്യോ അതിന് വാട്സപ്പ് ഇഷാന ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ? നോക്കട്ടെ. എഡ്യൂക്കേഷൻ സൈക്കോളജി പറഞ്ഞിട്ടാ തോന്നുന്നു ഇങ്ങനെ ഓപ്ഷൻസ് കൊടുത്തിട്ട്. എ ഗ്രോവിംഗ്, പിന്നെ ബി നോർമേറ്റീവ്, പിന്നെ സി അപ്ലൈഡ്, പിന്നെ ഡി ഓൾ ഓഫ് ദ എബോ. അങ്ങനെ വരുമ്പോ ഓൾ ഓഫ് ദ എബോ കൊടുക്കണമെങ്കിൽ അത് എന്താ പറയാ, എഡ്യൂക്കേഷൻ സൈക്കോളജി ഓൾ ഓഫ് ദ എബോവ് വരില്ല അല്ലേ? ഓക്കെ, മനസ്സിലായി. അപ്പൊ അത് തിരുത്തിത്തരാം കേട്ടോ. തിരുത്തിട്ടേക്കാം. അതാണ് നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞത്. വേറെ ടീച്ചേഴ്സ് പറഞ്ഞു MT5 കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അതാണോ, നിങ്ങളാണോ പറഞ്ഞത്? കംപ്ലൈന്റ് ഒന്നും പറഞ്ഞില്ലായിരുന്നു മാം. ഇത് ഡൗട്ട് ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ആ നോട്ട് എവിടാന്നുള്ള ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് ചോദിച്ചത്. നോട്ട് ഏത് നോട്ടാണ് വെട്ടേണ്ടതെന്ന്.
ഓക്കെ 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 ഇപ്പൊ മനസ്സിലായില്ലേ ഏതാണ് 4th പോയിന്റിലെ നോട്ടെന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഞങ്ങൾ മനസ്സിലായി. വേറെ ആരും ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റിന് നമ്പർ ഒന്ന് കറക്റ്റ് ആയിട്ട് എനിക്കൊന്ന് ടീച്ചറിന് ഒന്ന് കറക്റ്റ് നമ്പറും ആ ക്വസ്റ്റിൻ ഒന്ന് എനിക്ക് ആരെങ്കിലും ഒന്ന് അയച്ചാലാവോ? സൈക്കോളജിയിൽ 35. സൈക്കോളജിയില് 35 നമ്പർ 35 നിങ്ങൾക്ക് വന്ന നമ്പർ ആയിരിക്കും. പക്ഷെ ടീച്ചറിന്റെ ഞങ്ങൾ 1 2 3 എന്ന് പറഞ്ഞായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഏതാണെന്ന് അറിയില്ല. നിഷാൻ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫോട്ടോ എടുത്ത് ടീച്ചറിന് ഒന്ന് ഫോർവേഡ് ചെയ്തല്ലോ വാട്സപ്പില്. കിട്ടാൻ പറ്റുള്ളൂ. ഇവിടെ ടെക്നിക്കൽ ടീച്ചർ നമുക്ക് തിരുത്തണമെങ്കിൽ കറക്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കണ്ടാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ നമ്പർ പറഞ്ഞ ആ നമ്പർ ആണോ എന്നുള്ള കറക്റ്റ് നമ്പർ ആയിരിക്കില്ല. നമ്മൾ 1 2 3 എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ മനസ്സിലായോ? നിഷാന എന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. നിഷാന പറഞ്ഞോളൂ മിസ്. ഓക്കെ ഒരു മിനിറ്റ്. അപ്പൊ നമ്മളിത് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ താങ്ക് യു. നമ്പർ